മോളെ മോളെ അനിയൻകുട്ടിനെ അവിടെ കണ്ടില്ലല്ലോ. അയ്യോ എന്താ മോളെ ഇത്? നീ എന്തേ കാണിച്ചേ? അയ്യോ കൈ പൊള്ളി ചോന്നല്ലോ. നീ എന്താ മോളെ കാണിച്ചേ? എന്തിനാ ഈ ഭ്രാന്ത്? ഈശ്വര എന്താപ്പ ചെയ്യാ? കരയണ്ട, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. എന്തിനാ നീ ഇങ്ങനെ സ്വയം ശിക്ഷിക്കുന്നേ? അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? എന്നും തൊഴുത് വണങ്ങേണ്ട ദൈവത്തിന്റെ കൈ ഞാൻ എന്റെ ഈ കൈ വെച്ച് തടഞ്ഞതിന്റെ ശിക്ഷയാ ചെയ്ത്. ഞാൻ സ്വയം കൊടുക്കുന്ന ശിക്ഷ. എന്ന് വെച്ചാ അച്ഛനൊന്നും മനസ്സിലാകുന്നില്ല. നോക്ക്, എന്ത് തെറ്റിനും പരിഹാരം ഉണ്ട് ഈ ലോകത്ത്. അതിന് പക്ഷെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അച്ഛനിപ്പം വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? എന്തിനാ ഇപ്പം മോളി കടുങ്കരി ചെയ്തത്? മാഡം എന്നോട് ക്ഷമിച്ചെങ്കിലും ഞാൻ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാകാത്ത പാപം അച്ഛാ. ഇതേ ഉള്ളൂ അതിനൊരു പരിഹാര മാർഗം. മാഡം ക്ഷമിച്ചു. നീ കാര്യം തെളിച്ച് പറ, എന്താണ്ടായേ? മാഡത്തിനോട് നീ എന്ത് ചെയ്തു? എന്തിന്? എപ്പോ? നിക്കവിടെ. സ്വന്തം അന്തസ്സും അഭിമാനവും പദവിയും ഒക്കെ കാറ്റിൽ പറത്തി വെറും ഒരു അടുക്കളക്കാരിക്ക് വളയിട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് തരംതാണോ നീ? അതും പബ്ലിക്കായിട്ട്. നിന്നെ ഞാൻ ഒഫീഷ്യൽ കാര്യങ്ങളിൽ അച്ഛനമ്മ മക്കളൊന്നും ഇല്ലല്ലോ. നമ്മള് ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. കറക്റ്റ്, അതാണ് അതിന്റെ ശരി. കൈ കൂടെ മാഡം. ക്ഷമിക്കണം മാഡം, എന്നോട് ക്ഷമിക്കണം. അയ്യോ ദാസേട്ടാ, എന്താ ഈ കാണിക്കുന്നേ? ഇയാൾക്കിതെന്ത് പറ്റി? എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാലേ എനിക്ക് സമാധാനം കിട്ടും. അത്രയ്ക്ക് സങ്കടത്തിലാ ഞാൻ. ദാസേട്ടാ, എന്താ ഇത്? ദാസേട്ടൻ അതിന് എന്ത് തെറ്റാ ചെയ്തേ? മനസ്സിലാവുന്നില്ല. അന്നം തരുന്ന കയ്യാ മാഡത്തിൻ്റെത്. ആ കൈ പിടിച്ച് തടുത്തു നിർത്താന്ന് വെച്ചാ മഹാപാപ. അതാ നശിച്ചവള് ചെയ്തത്. അങ്ങനെയുള്ള ഒരുത്തിക്ക് ജന്മം കൊടുത്തതാ ഞാൻ ചെയ്ത തെറ്റ്. ആ പാപി ചെയ്ത തെറ്റിന് മാഡം എന്നോട് ക്ഷമിക്കണം. മതി അഭിനയിച്ച് ഫലിപ്പിച്ചത്. ആ വൃത്തികെട്ടവള് ചെയ്ത പ്രവൃത്തിക്ക് ഇന്നലെ തന്നെ ആ കൈ വെട്ടിയെടുക്കേണ്ടതായിരുന്നു. ചേച്ചി ക്ഷമിച്ചതുകൊണ്ടാ ഞാൻ വേണ്ടാന്ന് വെച്ചത്. വിലാസിനെ, ചേച്ചി എന്നെ എത്ര പ്രാവശ്യം അടിച്ചിരിക്കുന്നു? ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും ആ കൈ പിടിച്ചു മാറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് ചേച്ചിയോട് എനിക്കുള്ള മര്യാദ കൊണ്ടാ. അപ്പോഴാ എച്ചിൽ പാത്രം കഴുകുന്ന ആ വൃത്തികെട്ടവള്. അതെങ്കിൽ ഇവനെ ഒരു കരക്കടുപ്പിച്ചിട്ട് ഇനി പരിപാടിയുള്ളൂ. ഒറ്റയ്ക്ക് കുറെ കാലമായിട്ട് സുഖിച്ച് നടക്കല്ലേ? ഇനി കല്യാണം കഴിച്ച് കുറച്ച് കഷ്ടപ്പെടട്ടെ. എല്ലാം വേണ്ടേ മനുഷ്യനാകുമ്പോ? നീ കൂടുതൽ കോമഡി ഒന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞു മാത്രം ജീവിതം സെറ്റിൽ ചെയ്യുന്നവരും ഈ ലോകത്തുണ്ട്. ഇതാണ് മെന്റാലിറ്റി എങ്കിൽ ഇന്ന് നീ ഇവിടുന്ന് ഇറങ്ങിയ പിന്നെ നീ ഇവിടേക്ക് തിരിച്ചു വന്നേക്കരുത്. അയ്യോ, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തേ. എന്റെ കമ്പനിയുടെ ഒരു പ്രോജക്റ്റ് ബാംഗ്ലൂർ നടക്കുക. അത് പൂർത്തിയാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ടാ. ഓ, അപ്പൊ അതാണ് കാര്യല്ലേ?
കേറുവാ. അനിയൻകുട്ട അല്ലെങ്കിലേ ഈ കാലത്ത് ഈ പൂവിടലൊക്കെ ആൾക്കാർ വിശ്വസിക്കൂ? അല്ല, മനുഷ്യൻ ചൊവ്വയില് ഫ്ലാറ്റ് പണിയുന്ന കാലമാണേ. കൊള്ളാം ശബരി, വിശ്വാസങ്ങൾ എന്നും വിശ്വാസങ്ങളാണ്. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുമ്പോഴും ശാസ്ത്രജ്ഞന്മാർ വരെ തേങ്ങ ഉടച്ച് ഗണപതി പൂജ നടത്തുന്നത് നീ കാണാറില്ലേ? അതുപോലെ ഇതിനെയും കണ്ടാ മതി. വിശ്വസിക്കുന്നവർ വിശ്വസിക്കാം, ഇല്ലാത്തവർക്ക് വേണ്ട, അത്ര തന്നെ. കല്യാണി, ഇങ്ങോട്ട് വാ. മാഡം, നീ എന്താ കയ്യിൽ ഊതുന്നേ? എന്തു പറ്റി നിന്റെ കയ്യില്? അത് ഒന്നുമില്ല മാഡം. അങ്ങനെ അല്ലല്ലോ. നീ തട്ടവും കൊണ്ട് അനിയനെയും കൂട്ടി വന്നപ്പോഴേ എനിക്കൊരു പന്തികേട് തോന്നി. നിന്റെ കൈയൊന്ന് കാണിച്ച് നോക്കട്ടെ. കൈ കാണിക്കു കല്യാണി. അയ്യോ എന്റെ ദൈവമേ, എന്താ ഇത്? കൈ എങ്ങനെ ഇത്ര പൊള്ളിയത്? എന്താടി നീ മിണ്ടാത്തത്? നിന്റെ കൈ എങ്ങനെയാ ഇത്രയും പൊള്ളിയത്? ഇനി പുതിയ വല്ല വ്രതവും എടുത്തോ നീ? അതോ ഇന്ന് ഈ പൂവിട്ട് നോക്കൽ നടക്കാതിരിക്കാനുള്ള പുതിയ വല്ല തന്ത്രമാണോ? അല്ല, ഒന്നും കാണാതെ നീ ഒന്നും ചെയ്ത് ശീലമില്ലല്ലോ. വിലാസിനെ മതി. കല്യാണി, നീ പറ, കൈ എങ്ങനെയാ പൊള്ളിയത് മോളെ? അത് മാഡം, ഞാൻ മാഡത്തിന്റെ കൈ തടഞ്ഞു പിടിച്ചില്ലേ, എന്നിട്ടും കൊടും പാപിയായി എന്നോട് മാഡം ക്ഷമിച്ചു. പക്ഷെ എന്റെ മനസ്സിൽ കുറ്റബോധം നീറിപ്പോകുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ എനിക്ക് ശിക്ഷ വിധിച്ചതാ. നോക്ക്, എന്തു പറ്റി കല്യാണി? ഈ ആൽബം മുഴുവൻ നോക്കിയിട്ടും ആനന്ദിനെ പറ്റിയൊരു പെണ്ണിനെ കണ്ടെത്താനായില്ലേ കല്യാണിക്ക്? എല്ലാം നല്ല നല്ല കുട്ടികളാ. പക്ഷേ ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ ശരിയാവില്ല. ഇതിനു മുമ്പ് വല്യൂഞ്ഞിന് പെണ്ണെ സെലക്ട് ചെയ്തപ്പോ പ്രിയങ്ക വർമ്മ എന്നാ ഞാൻ എഴുതിയിട്ടത്. അത് അബദ്ധായി, വലിയ അബദ്ധം. അതുകൊണ്ട് വല്യൂഞ്ഞിന്റെ കല്യാണത്തിന് ഞാൻ ഇനി ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യില്ല. അതാ എന്റെ തീരുമാനം. ആന്റി എന്നെ വിശ്വസിക്കണം. പ്രിയങ്കയുടെ വാക്കാണ്. ആയിക്കോട്ടെ, നിന്നെ എനിക്ക് വിശ്വാസ പ്രിയങ്കെ. ഒന്നുമില്ലെങ്കിലും അഖിലാണ്ടേശ്വരിയെ ഒന്ന് പിടിച്ചു കുലുക്കാൻ നിനക്ക് മാത്രമേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ആയുസ്സിൽ അഖില എന്ന പെൺസിംഹം പതറിയത് നിന്റെ മുന്നിൽ മാത്രം.
അതിന് പലപ്പോഴും ഈ വിലാസിനെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് നിന്നിലുള്ള വിശ്വാസം. അതെ, അതാണ് എനിക്ക് അറിയേണ്ടത്. ചേച്ചിക്ക് ഇത് എന്തു പറ്റി? എന്തോ നഷ്ടപ്പെട്ടതുപോലെ ആകെ തളർന്നിരിക്കുകയാണല്ലോ ചേച്ചി. ഏയ്, അങ്ങനൊന്നുമില്ല. നിനക്ക് വെറുതെ തോന്നണതാ. ചേച്ചി എന്നോട് മറയ്ക്കാനൊന്നും നോക്കണ്ട. ചേച്ചിയുടെ ഇപ്പോഴത്തെ ഈ സങ്കടത്തിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. എന്തറിയാന്ന്? ദേ അനിയൻകുട്ടാ, നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയാൻ നിൽക്കരുത്. ഓ, ആവശ്യമില്ലാത്തൊന്നും അല്ല ചേച്ചി, ഞാൻ പറയുന്ന സത്യ. സത്യോ? എന്ത് സത്യം? അഖില മേഡം വലിയ കുഞ്ഞിന് കൊടുത്തിരുന്ന ആ 2 ദിവസത്തെ സമയം ഇന്ന് തീരും. വലിയ കുഞ്ഞിന് ആൽബത്തിൽ നിന്നും ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ സെലക്ട് ചെയ്ത് ഇന്ന് കൊടുത്തേ പറ്റൂ. ഇതാണ് അവസ്ഥ. അപ്പോ വലിയ കുഞ്ഞ് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുമോ കൊടുക്കാതിരിക്കോ എന്നതാണ് ചോദ്യം. ചേച്ചിയുടെ ഈ വിഷമത്തിനുള്ള കാരണോ അതാണ്. എന്താ, ശരിയല്ലേ? പോടാ അവിടുന്ന്. ആ, ചേച്ചിയോട് ഇരിക്ക്. അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട. അതെ, ചേച്ചിക്ക് വലിയ കുഞ്ഞിനെ ഇത്രത്തോളം ഇഷ്ടമായിരുന്നിട്ട് എന്തിനാ ചേച്ചി ഞാൻ പറയുമ്പോഴൊക്കെ ദേഷ്യപ്പെടുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ഏതായാലും ചേച്ചി വിഷമിക്കണ്ട. ദേ നോക്കിക്കേ, നാളെ ആ ആൽബത്തിൽ നിന്നും വലിയ കുഞ്ഞു ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യാൻ പോകുന്നില്ല. അതാണ് എന്റെ തോന്നല്. ഏയ്, അതിനൊന്നും ഒരു വഴിയില്ല അനിയൻകുട്ടാ. ഞാൻ വല്യുഞ്ഞിന്റെ മുറി പോയപ്പോ വല്യുഞ്ഞി ശബരി സാറും കൂടി ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യാൻ വേണ്ടി ആൽബം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോ ആൽബം തന്നിട്ട് വല്യുഞ്ഞിന് യോജിക്കുന്ന ഒരു പെൺകുട്ടിയെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ചേച്ചിയോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞോ? എന്നിട്ട് ചേച്ചി ഏതെങ്കിലും പെൺകുട്ടി സെലക്ട് ചെയ്ത് കൊടുത്തോ? ഇല്ല. പ്രിയങ്ക വർമ്മയുടെ പേര് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആ കല്യാണം നടന്നില്ലല്ലോ. അതുകൊണ്ട് ഇത് സെലക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. സൂപ്പർ, ആ എന്തായാലും കാര്യമായി. ചേച്ചി അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നെങ്കിലേ വലിയ കുഞ്ഞ് വിചാരിച്ചേനെ ചേച്ചിക്ക് വലിയ കുഞ്ഞിനോട് ഇഷ്ടമില്ലെന്ന്. വലിയ കുഞ്ഞ് ആ ഫോട്ടോ അഖില മാഡത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തേനെ. ഇപ്പൊ ചേച്ചി അതിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാത്തത് കൊണ്ട് ചേച്ചിയുടെ മനസ്സിൽ വലിയ കുഞ്ഞാണെന്ന് മനസ്സിലാക്കി ആ ആൽബത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടില്ലെന്ന് വലിയ കുഞ്ഞ് അഖില മാഡത്തോട് നാളെ പറയും. നോക്കിക്കോ, അതായി ഇനി സംഭവിക്കാൻ പോകുന്നത്. ഉറപ്പ് എനിക്ക്. ഏയ് ഇല്ല, വലിയ കുഞ്ഞ് അമ്മയുടെ വാക്ക് ഒരിക്കലും ധിക്കരിക്കില്ല. നീ പറയുന്നത് പോലൊന്നും അല്ല കാര്യങ്ങള്. ശരി, ബെറ്റ് വെച്ച് നോക്കാം. ഞാൻ പറയുന്നു വലിയ കുഞ്ഞ് നാളെ ആ ആൽബത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നു. അതേ സംഭവിക്കൂ. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം. ആ, ബെറ്റ് പറഞ്ഞില്ലല്ലോ, ഒരു ദം ബിരിയാണി. ഓക്കെ, ശരി, അപ്പൊ നമുക്ക് കാണാം. എന്നിട്ട് ഇപ്പോഴെങ്കിലും ഞാനൊന്ന് സന്തോഷില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചങ്കിള് പറഞ്ഞ് നമ്മളിവിടെ ഇരിക്കണേ? പിന്നെ ഈ മദ്യപാനത്തിന് എന്താന്ന് അതിന്റെ പേര്? മദ്യപാനത്തിന് ചില തത്വങ്ങൾ, പഞ്ചശീല തത്വങ്ങൾ കേക്കണേ, കേട്ടോ. 1, പകലരുത്. പകൽ സമയത്ത് 2, പതിവരുത്. പതിവായിട്ട് 3, പലതരുത്. പല ബ്രാൻഡുകള് അടിക്കരുത്. ഹലോ,
അരവിന്ദ് വൈകുമെങ്കിൽ വിളിച്ചറിയിക്കുന്നതായിരുന്നു. ഇങ്ങനെ ഇതാദ്യം. ഏയ് നന്ദന ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മൊബൈൽ ചിലപ്പോൾ കംപ്ലൈന്റ് ആയിരിക്കും. ഞാനൊന്ന് ശബരിയെ വിളിച്ചു നോക്കാം. വേണ്ട, ഞാൻ ശബരിയെ കുറച്ചു മുന്നേ വിളിച്ചതേ ഉള്ളൂ. ശബരി ബാംഗ്ലൂരാ. സാരമില്ല, നന്ദന പോയി കിടന്നു. ഞാൻ മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാം. നന്ദന പൊയ്ക്കോളൂ, ഞാൻ വിളിക്കാം. ഇതെവിടെയാ? നിങ്ങളാരാ? മനസ്സിലായില്ലേ? ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്ക്. ഈ മുഖം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോന്ന്. റാണി? റാണിയല്ല, ശ്രീലേഖ റാണി. പഠിക്കുന്ന കാലത്ത് നീ നിന്റെ ഹൃദയ സാമ്രാജ്യത്തിലെ റാണിയാവാൻ ക്ഷണിച്ച ഒരു പാവം പെണ്ണ്. നീ മറന്നെന്നറിഞ്ഞിട്ടും ഓർമ്മകളുടെ ഭണ്ഡാരവും ചുമന്ന് ഇപ്പോഴും മരിച്ചു ജീവിക്കുന്ന വെട്ടിയായ പെൺകുട്ടി. റാണി പ്ലീസ്, ഞാനിപ്പോ എവിടെയാന്ന് പറ. ഇത് ഞാൻ താമസിക്കുന്ന വീടാ. വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ ഞാൻ നിന്നെ നേരിട്ട് കണ്ടു. ഒട്ടും നല്ലതല്ലാത്ത സിറ്റുവേഷന്. സോറി, കുറെ നാളുകൾക്ക് ശേഷം ഇന്നലെ അല്പം മദ്യപിച്ചതാ. കയ്യെന്ന് കൺട്രോള് പോയി. ആരോ എന്നെ പിടിച്ചോണ്ട് പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അതൊരിക്കലും റാണിയാണെന്ന് അറിഞ്ഞില്ല. ആ, അതാണ്. നമ്മളെ ആരും ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ല. അതാണ് സത്യം. അല്ല, എന്റെ മൊബൈലൊക്കെ എവിടെയാ? അല്ല, മൊബൈൽ സ്വിച്ച് ഓഫ് ആണല്ലോ. അത് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തതാ, മനഃപൂർവ്വം. റാണി, ഇന്നലത്തെ രാത്രിയിലത്തെ സിറ്റുവേഷൻ വളരെ ക്രിട്ടിക്കലായിരുന്നു. റാണിയോട് ഒരുപാട് നന്ദിയുണ്ട് രക്ഷപ്പെടുത്തിയതിന്. നമ്മൾ തമ്മിൽ ഇത്രയും നാളത്തെ ഗ്യാപ്പ് ഉണ്ടായിട്ടും ബ്രദറാ. ഹായ്, ഇന്ന് നല്ല മഴയാണല്ലോ. ഇന്ന് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഏതായാലും ആനന്ദിന് കൊടുത്തിരുന്ന സമയം കഴിഞ്ഞു. ഇന്നവൻ ആ ആൽബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടെത്തി സമ്മതം പറഞ്ഞേ പറ്റൂ. പക്ഷേ അവനിഷ്ടം ആ അടുക്കളക്കാരിയല്ലേ. ഏതായാലും അവളുടെ പേരൊന്നും അവൻ പറയാൻ പോകുന്നില്ല. അല്ല, ഇനിയിപ്പോ അവൻ അവളുടെ പേരെങ്ങാനും പറയൂ? ഈശ്വരാ, ആകെ ഭ്രാന്തെടുക്കുന്നു. എന്റെ കല്യാണത്തിന് പോലും ഞാൻ ഇത്ര ടെൻഷൻ അടിച്ചിട്ടില്ല. എന്താ ചെയ്യ? നമസ്കാരം മാഡം. നമസ്കാരം. കറക്റ്റ് ടൈമാണല്ലോ. അഖില മാഡത്തിന് സമയം വളരെ പ്രധാനമാണെന്ന് കേട്ടിട്ടുണ്ട്. അത് തെറ്റിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാ കറക്റ്റ് ആയിട്ട് വന്നത്. അതെ അതെ, നഷ്ടപ്പെട്ട ഒരിക്കലും തിരിച്ചു കിട്ടാത്തത് സമയം മാത്രമാണെന്ന് അഖിലേച്ചി എപ്പോഴും പറയാറുണ്ട്. അല്ല മാഡം, ആനന്ദ് സാറ് പെൺകുട്ടിയെ സെലക്ട് ചെയ്തായിരുന്നു, അറിയാമോ? ഇല്ല, ഇപ്പൊ സെലക്ട് ചെയ്യും. അതിനുള്ള വെയിറ്റിംഗാ. ശരി മാഡം. ശരി, വരും, അകത്തിരിക്കും. നമസ്കാരം. 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 ഇരിക്കും. താങ്ക് യു സാർ.
വിലാസിനി ചേച്ചി ആനന്ദ് റെഡിയായില്ലേ? റെഡിയായി കാണും. ഇപ്പൊ നോക്കാം ചേച്ചി. കല്യാണി മാഡം, ആനന്ദ് റെഡിയായെങ്കിൽ ചേച്ചി വിളിക്കുന്നു, വരാൻ പറ. ശരി മാഡം. ഇല്ല, എനിക്കിതിന് സാധിക്കില്ല. നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർക്കാനുള്ളതല്ല കല്യാണിയുടെ പേര്. പ്രാണം പോയാലും വിട്ടുകളയാൻ തോന്നാത്ത ചില ബന്ധങ്ങളുണ്ട് ജീവിതത്തിൽ. അതിലൊന്നാമത്തെ പേര് കല്യാണി എന്ന. എനിക്ക് മറ്റാരെയും വേണ്ട, നിന്നെ മതി, നിന്നെ മാത്രം. പെൺകുട്ടിക്ക് ഒരേ ഒരു സഹോദരന് ഇപ്പൊ സർവീസിലുണ്ട്. അയാൾക്ക് ഞാനാ അലയൻസ് നോക്കുന്നത്. അവർക്കൊക്കെ എന്നെ വലിയ കാര്യമാണ് സാർ. അത് ശരി. ആ ആനന്ദ് വന്നിരിക്കും. നിനക്ക് ഏത് പെൺകുട്ടിയെ ഇഷ്ടപ്പെടുമെന്ന് അറിയാത്തത് കൊണ്ട് എല്ലാ പെൺകുട്ടികളുടെയും ഡീറ്റെയിൽസുമായിട്ടാ ഇദ്ദേഹം വന്നിരിക്കുന്നത്. അതെ ആനന്ദേ, നിനക്ക് ഈ ആൽബത്തിൽ നിന്നും ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റു. മടിക്കാതെ പറഞ്ഞു ആനന്ദ്, നിനക്ക് ഈ ആൽബത്തിൽ ഏത് പെണ്ണിനെ ഇഷ്ടപ്പെട്ടത്? പറഞ്ഞു ആനന്ദേ, ഈ ആൽബത്തിൽ നിന്ന് ഏത് പെണ്ണിനെ നിനക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറ. എന്തിനാ മോനെ ഇത്ര മടി? നിനക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ ഫോട്ടോ കാണിക്ക്. നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണാരെന്ന് പറയാനന്ത്? സോറി അമ്മ. ഈ വീട്ടിലെ മൂത്ത മരുമകളായിട്ട് വരുന്ന പെൺകുട്ടി എനിക്ക് ഭാര്യയായിട്ട് മാത്രം ഇരിക്കേണ്ടവളല്ല. ഈ കുടുംബത്തിന്റെ പാരമ്പര്യവും പ്രൗഢിയും കാത്തു സൂക്ഷിക്കേണ്ടവളാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയെ ഈ ആൽബത്തിൽ നിന്ന് എനിക്ക് കണ്ടെത്താനായില്ല. നീ ഒരു വലിയ പരീക്ഷണ ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇങ്ങനൊരു എസ്കേപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അത് നീ പറഞ്ഞ ശരിയാ. ആൽബത്തിലുള്ള ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞപ്പോ അമ്മയുടെ പ്രതികരണം എന്തായിരിക്കും എന്നൊരു ഭയം ഉണ്ടായിരുന്നു എനിക്ക്. ആരുടെയോ ഭാഗ്യത്തിന് മല പോലെ വന്നത് എലി പോലെ പോയത്. ആരുടെയോ ഭാഗ്യമല്ല, സാക്ഷാൽ കല്യാണി ദാസിന്റെ ഭാഗ്യമാണെന്ന് ഞാൻ പറയും. 2 ദിവസത്തിനകം ഒരു പെൺകുട്ടിയെ കണ്ടെത്താനും ആ പെണ്ണുമായിട്ട് 30 ദിവസത്തിനകം കല്യാണമെന്നും ഓർഡർ ഇട്ട നിന്റെ അമ്മ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനം മാറ്റിയെങ്കിൽ വരാൻ പോകുന്ന നിന്റെ ഭാര്യയുടെ ഭാഗ്യം. അതാണ് പോയിന്റ്. ആരുടെ ഭാഗ്യമായാലും ഇപ്പൊ അമ്മ എന്റെ മനസ്സ് വായിച്ച് പെരുമാറിയതുപോലെ എനിക്ക് തോന്നിയത്. ഇതുപോലെ എന്റെ മനസ്സ് നിറയെ കല്യാണിയാണെന്ന് അറിയുമ്പോൾ അതും അമ്മ സമ്മതിച്ചു തരും. സത്യം, അതാണ് എന്റെ വിശ്വാസം. ഇതുവരെ സംഭവിച്ചതെല്ലാം ഈ വിശ്വാസം ശരിയാണെന്നുള്ളതിന്റെ തെളിവാണ്. കൊള്ളാം. പരസ്യത്തിൽ പറയുന്നത് പോലെ വിശ്വാസം അതല്ലേ എല്ലാം. നിന്റെ വിശ്വാസം നിന്റെ കൂടെ തന്നെ ഉണ്ടായിട്ടെന്നാ വേദപുസ്തകത്തിൽ പറയുന്നത്. ആ അതിരിക്കട്ടെ, നീ ഇതുവരെ കല്യാണിയോട് നിന്റെ ഇഷ്ടം പറഞ്ഞില്ലല്ലോ. നിന്റെ മുഖം നോക്കുമ്പോഴറിയാം നീ ഇതുവരെ നിന്റെ ഉള്ളിലെ പ്രണയം അവളെ അറിയിച്ചിട്ടില്ലെന്ന്. ഓ കഷ്ടമാണ് മച്ചു നിന്റെ കാര്യം. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല ശബരി. എന്റെ പ്രണയം പറയാനായി ഞാൻ അവളുടെ അടുത്തേക്ക് പോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടായി പറയാൻ പറ്റാതെ വരും. ശരി, അതൊക്കെ ഇരിക്കട്ടെ. എന്റെ അഭിപ്രായത്തിൽ നിന്റെ മനസ്സിൽ കല്യാണിയാണെന്ന് അമ്മ അറിയുന്നതിന് മുമ്പ് കല്യാണി വേണോ അറിയാൻ. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അവളോട് നിന്റെ മനസ്സിലെ ഇഷ്ടം പറയണം. 1 മിനിറ്റ് നേരത്തെ എങ്കിൽ അത്രയും നല്ലത്. അതിനുവേണ്ടി നമുക്കൊരു മാർഗം നോക്കിയാലോ? ഈ സിനിമയിലൊക്കെ വന്നിട്ടുള്ളതാ. ഏത് മാർഗമാണെന്ന് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. അല്ലെങ്കിൽ സിനിമ ഏതാണെന്ന് പറഞ്ഞാലും മതി, ഞാൻ കണ്ടുപിടിച്ചോളാം. അയ്യോ, അതിനൊന്നും മെനക്കെടണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. വാ.
നന്ദു പ്ലീസ്, ഇന്നലെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടിന്റെ ബാച്ചിലർ പാർട്ടി ആയിരുന്നു. സ്കൂൾ മുതലുള്ള കുറെ ചങ്ങാതിമാർ വന്നപ്പോൾ ഞാനൊരു ഓളത്തിലായിപ്പോയി. ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഞാൻ സോറി പറഞ്ഞില്ലേ? സോറി സോറി സോറി. സോറി പോലും. മദ്യപിച്ച് ലെക്ക് ഇടുന്നതിന് മുമ്പ് നിനക്കൊന്ന് ഫോൺ ചെയ്യായിരുന്നില്ലേ? എന്താ അങ്ങനെ ആയിക്കൂടായിരുന്നോ? എങ്കിൽ രാത്രി മുഴുവൻ ഞാനിങ്ങനെ തീ തിന്നില്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ എന്നെയും കൂടി വിളിക്കായിരുന്നു. നീ അതും ചെയ്തില്ല. എവിടേക്ക്? ബാറിലേക്കാ? എന്താ ബാറിലേക്ക് നന്ദനിക്ക് പ്രവേശനം ഇല്ലേ? ഇത് കേട്ട തോന്നുമല്ലോ നീ എന്നെ കുടിപ്പിച്ചിട്ടേ ഇല്ലാന്ന്. ഓർത്ത് നോക്ക്, അന്നൊരു രാത്രിയിൽ ഇതേ മുറിയിൽ വെച്ച് നീ എന്താ എന്നെ കൊണ്ട് ചെയ്യിച്ചെന്ന്. അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. അത് തന്നെ. ഏറ്റില്ലേ? ഹലോ ഭർത്താവേ, ദേ തൽക്കാലത്തേക്ക് ഈ ഭാര്യ ക്ഷമിച്ചിരിക്കുന്നു, പോരെ? ഇനിയെങ്കിലും ഈ കള്ളക്കണ്ണീര് തുടയ്ക്കാം. തുടയ്ക്കാം. എന്റെ പൊന്നാരും ഭാര്യ വരുന്ന പിന്നെ അതിനപ്പീലില്ലല്ലോ. ഇന്നലകളെ തിരികെ കിട്ടിയതുപോലെയാ എനിക്ക് തോന്നിയത്. അപ്പോ എനിക്ക് നിന്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, അൺമാരീഡ്. ഞാൻ ഇന്നൊരു ഭർത്താവാണ്. അരവിന്ദേ, ഒരിക്കൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ പ്രണയം ഇങ്ങനെ കാലങ്ങൾക്ക് ശേഷം കയ്യെത്തും ദൂരത്തിങ്ങനെ നിൽക്കുമ്പോ ആരാ അതൊന്ന് സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തത്? അതുകൊണ്ട് ഞാൻ പറയുന്നത്, റാണി പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഞാൻ മതി. രാത്രിയും പകലും ഇല്ലാതെ ബിസിനസ് ചെയ്തെന്റെ ഭർത്താവ് തളരുന്നത് എനിക്കിഷ്ടമല്ല. വാ കിടക്കാം.